കടകംപള്ളി സുരേന്ദ്രനെതിരെ ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പരാതി വന്നിരിക്കുകയാണ്. ഭൂമി തട്ടിപ്പ് പരാതിക്ക് പിന്നിൽ കടകംപള്ളി സുരേന്ദ്രനാണ് എന്നാണ് പോറ്റിയുടെ വാദം. DGPക്കാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ പരാതി നൽകിയത്. തന്നെ കൊടുക്കാനാണ് ശ്രമമെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി സൂചിപ്പിക്കുന്നു. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്തും ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. ഷഫീദ്, കുറെ നാളുകൾക്ക് ശേഷമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേര് വീണ്ടും വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ് കടകംപള്ളി സുരേന്ദ്രനെതിരെയുള്ള ആക്ഷേപം? ഒരു ഭൂമി തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ മുഖ്യ പ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ കഴക്കൂട്ടം സ്വദേശിയായിട്ടുള്ള ഒരു സ്ത്രീ, പ്രതിഭ എന്ന സ്ത്രീ പരാതി നൽകുന്നത്. ഈ പരാതി വ്യാജമാണെന്നും ഇത് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ള ആളുകൾ ചേർന്ന് നടത്തിയിട്ടുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയ ഈ പരാതിയിൽ പറയുന്നുണ്ട്. അതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, അതായത് ഈ പ്രതിഭ എന്ന് പറയപ്പെടുന്ന സ്ത്രീയിൽ നിന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി 10 സെന്റ് സ്ഥലം വാങ്ങിയിരുന്നു. മാത്രവുമല്ല, അതിനുശേഷം അവിടെ ഒരു സ്കൂൾ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് അത് വാടകയ്ക്ക് കൊടുത്തു. എന്നാൽ ആ വാടക കൃത്യമായി തനിക്ക് ലഭിക്കാത്തതിനെ തുടർന്ന് അത് ഇവാക്യുവേറ്റ് ചെയ്യാൻ സ്ഥലം ഒഴിയാൻ നിർദ്ദേശം നൽകി. പിന്നാലെ ഈ പ്രതിഭ എന്ന് പറയപ്പെടുന്ന സ്ത്രീ ബാക്കിയുള്ള 37 സെന്റിൽ ബാക്കിയുള്ള സ്ഥലം കൂടി പർച്ചേസ് ചെയ്യണമെന്നുള്ള കാര്യവുമായി തന്നെ സമീപിച്ചു. അങ്ങനെ താൻ പണം കൊടുത്ത അമ്മയുടെ പേരിൽ രജിസ്റ്റർ ചെയ്തതാണ് ആ ഭൂമിയെന്നും നിലവിൽ ഇപ്പോൾ കഴക്കൂട്ടം പോലീസിൽ പ്രതിഭ കൊടുത്തിരിക്കുന്ന പരാതി വ്യാജ പരാതിയാണെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയിൽ പറയുന്നുണ്ട്. കൂടാതെ പറയുന്ന ഒരു കാര്യം, ഈ കോൺസ്പിറസിക്ക് പിന്നിൽ കഴക്കൂട്ടം MLA കൂടിയായിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രനാണ്. അതുകൊണ്ട് തന്നെ കടകംപള്ളി സുരേന്ദ്രൻ, പ്രതിഭ എന്നിവർക്കെതിരെ ഗൂഢാലോചനയ്ക്കും അതേപോലെ ഫോർജറിക്കടക്കമുള്ള കാര്യങ്ങൾക്ക് കേസെടുക്കണം എന്നുള്ളതാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പരാതി. പ്രജിൻ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.